മണിപ്പൂരിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാതെ വലയുകയാണ് ബി.ജെ.പി. 24 മണിക്കൂറിനുള്ളിൽ മണിപ്പൂരിൽ മുഖ്യമന്ത്രി എത്തിയില്ല എങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുവാൻ മണിപ്പൂർ നിർബന്ധിതമാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമവായത്തിലെത്തുവാൻ ഒരു പേര് കണ്ടെത്തി മുഖ്യമന്ത്രി പദവിയിൽ ഇരുത്താൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് സാധിക്കാത്ത ഒരവസ്ഥ വലിയ നാണക്കേടുണ്ടാക്കുന്നത്. മന്ത്രിമാരായ വൈ ഖേംചന്ദ് സിംഗ്, ടി വിശ്വജിത് സിംഗ് എന്നിവരും സ്പീക്കർ സത്യപ്രദ സിംഗുമാണ് പരിഗണനയിലുള്ളത്. സഖ്യകക്ഷികളായ NPP, NPF എന്നിവരുമായി ബി.ജെ.പി. ചർച്ചകൾ നടത്തിയെങ്കിലും തൃപ്തികരമായ ഒരു പര്യവസാനം ആ ചർച്ചകളിൽ കാണാതെ പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചത്. കോൺഗ്രസ് അവിശ്വാസ പ്രമേയം ബിരേൻ സർക്കാരിനെതിരെ അവതരിപ്പിക്കുമെന്ന് വ്യക്തമായിരുന്നു. ഈ നീക്കത്തിന് ഭരണകക്ഷി MLA-മാരിൽ നിന്നും പിന്തുണ ലഭിച്ചേക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ബിരേൻ സിംഗിന് തിടുക്കത്തിൽ രാജിക്കുള്ള നിർദ്ദേശം നൽകിയത്. മണിപ്പൂർ കലാപത്തിന്റെ കാരണക്കാരനെന്ന് കുക്കി, സോമാർ ഗോത്രവിഭാഗങ്ങൾ ആരോപിക്കുന്ന ബിരേൻ സിംഗ് രാജിവെച്ചത് സമാധാന ശ്രമങ്ങൾ വേഗത്തിലാക്കിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. നിൽക്കുന്നത്. ബിരേൻ സിംഗിനു പകരം സാധ്യത കൽപ്പിക്കുന്ന സ്പീക്കർ സത്യപ്രദ സിംഗ്, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശാരദാദേവി, മുതിർന്ന ബി.ജെ.പി. നേതാവും മന്ത്രിയുമായ യുമാൻ ഖേംചന്ദ് സിംഗ് എന്നിവർ കുക്കി വിഭാഗങ്ങൾക്ക് സ്വീകാര്യനല്ലാത്തതാണ് ബി.ജെ.പിക്ക് തിരിച്ചടി സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണമാണ് കുക്കി വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നത്. ബിരേൻ സിംഗ് മാറിയതോടെ മണിപ്പൂരിൽ കേന്ദ്രം പിടിമുറുക്കുകയാണോ എന്ന് മണിപ്പൂരിലെ ബി.ജെ.പിക്കാർ ആരോപിക്കുന്നു. പോലീസിന്റെയും കേന്ദ്രസേനയുടെയും ചുമതല കേന്ദ്രം നിയോഗിച്ച സെക്യൂരിറ്റി അഡ്വൈസർ കുൽജീത് സിംഗിനാണ്. പുതിയ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര നിർദ്ദേശപ്രകാരം ചുമതലയേറ്റ ആളാണ്. മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് കുക്കി വിഭാഗങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ഫലത്തിൽ ബിരേൻ സിംഗിന്റെ രാജി മണിപ്പൂരിലെ സമാധാന ശ്രമങ്ങൾക്ക് ഊർജം നൽകുമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. രാജിവെച്ചെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം ബിരേൻ തന്നെ തിരിച്ചു മുഖ്യമന്ത്രി കസേരയിൽ എത്താനുള്ള സാധ്യതയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിരേൻ സിംഗ് എന്ന തലയെടുപ്പുള്ള ഒരു നേതാവ് മണിപ്പൂരിലെ ബി.ജെ.പി. നേതൃനിരയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ രാജിവെച്ചെങ്കിലും മണിപ്പൂർ ബി.ജെ.പിയിൽ അവസാന വാക്ക് ബിരേൻ സിംഗ് തന്നെയാണ്. ഇതിനു പുറമെ മേത്തൈ തീവ്ര സംഘടനകളും സായുധ സംഘടനകളും ബിരേൻ സിംഗിനൊപ്പമാണ്. മേത്തൈ വികാരം ആളിക്കത്തിച്ച് പൊതുജനങ്ങളെയും മേത്തൈ വനിതകളെയും തെരുവിലിറക്കാൻ ബിരേൻ സിംഗിന് ഇപ്പോഴും സാധിക്കുമെന്നാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിയെ അത്ര വേഗം ഒഴിവാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കില്ല എന്നും കാണാൻ സാധിക്കും. കലാപം തുടങ്ങി 21 മാസം പിന്നിടുമ്പോഴാണ് ബിരേൻ സിംഗ് രാജിവെച്ചൊഴിഞ്ഞത്. മണിപ്പൂരിൽ കലാപം ആളിക്കത്തിച്ചത് ബിരേൻ സിംഗ് ആണെന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ശക്തമായി നിലനിൽക്കുന്നു. ബിരേൻ സിംഗിന് കലാപത്തിൽ പങ്കുണ്ടോ എന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുന്നുമുണ്ട്. ബിരേൻ സിംഗിന്റെ ചില ഓഡിയോ ക്ലിപ്പുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാനിരിക്കെ കൂടിയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന രീതിയിൽ പരാമർശം വന്നാൽ ഒരുപക്ഷെ ബിരേൻ സിംഗിന് തിരിച്ചുവരവ് ഏറെ വൈകിയേക്കുമെന്നും പറയുന്നുണ്ട്. ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം മുതിർന്ന നേതാക്കൾ ഉയർത്തിയപ്പോഴും നരേന്ദ്രമോദിയും അമിത്ഷായും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചത്. ഒടുവിൽ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെയാണ് നാടകീയമായി രാജി പ്രഖ്യാപിച്ച് ബിരേൻ സിംഗ്